നമസ്കാരം. അന്നേ ഞങ്ങൾ പറഞ്ഞു പറ്റിക്കുമെന്ന്. അപ്പോൾ സഖാക്കളെ നിങ്ങൾ പറഞ്ഞു എനിക്കെന്തോ ഭ്രാന്താണ്, ഞാൻ വട്ടാണ്, അപ്പൂപ്പനാണ്, കിളവനാണ്, മൊട്ടയാണ്, ആനയാണ്, ചേനയാണ്, കറുപ്പാണ്, വെളുപ്പാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്തായി? ഡി എ ഗോവിന്ദ ഡി എക്കൊരു ഉത്തരവിറക്കിയില്ലേ? ആ ഉത്തരവിറക്കിയിട്ട് അത് പറഞ്ഞു, ആ ഉത്തരവിൽ പറഞ്ഞു 2026, 25, 26, 27 തൊട്ട് കൊടുക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അടുത്ത ഏപ്രിൽ 1 തൊട്ട് കൊടുക്കുമെന്ന്. ഏപ്രിൽ 1 തൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഗവൺമെൻറ് ധരിച്ചു പോയോ? ഏപ്രിൽ 1 ആകുമ്പോൾ ഒരു ഡി എം കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു ഉത്തരവ് ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുതരം കബളിപ്പിക്കൽ പരിപാടി ഇരുന്നപ്പോൾ ഗോവിന്ദ. കാരണം എന്താ? ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ തന്നെ ഡേറ്റ് പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ ഏപ്രിൽ ഒരു 5 10 ഒക്കെ ആയിരുന്നു ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമായിരുന്നു ഉത്തരവിറക്കാൻ. പക്ഷെ നിങ്ങൾ വളരെ കൃത്യമായി കേരളത്തിലെ 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും 7-8 ലക്ഷം വരുന്ന പെൻഷൻകാരെയും വലിപ്പിച്ചിരിക്കുകയാണ്, നന്നായി പറ്റിച്ചിരിക്കുകയാണ്. നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇന്ന് പത്രങ്ങളിലും അത് വളരെ വലിയ ന്യൂസായി വന്നിട്ടുണ്ട്. വിശദമായ ഉത്തരവിറക്കാമെന്ന് പറഞ്ഞൊരു ഉത്തരവിറക്കി ആളുകളെ പറ്റിച്ചു. 8 പ്രാവശ്യമായിട്ട് 8 ഗഡുക്കളായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് എന്ന് കൊടുക്കും, ആര് കൊടുക്കും, എപ്പോൾ കൊടുക്കും, ഏത് സമയത്ത് കൊടുക്കും, ഏത് കാലാവധി കൊടുക്കും, അത് കഴിഞ്ഞ് പി എഫിൽ നിന്ന് എപ്പോഴെടുക്കാൻ പറ്റും, പി എഫ് ലയിപ്പിക്കുമോ, ക്യാഷായിട്ട് കൊടുക്കുമോ എന്നൊന്നും നിങ്ങൾ പറയാതെ വളരെ വലിയ തട്ടിപ്പാണ് നിങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ മാസം ലഭിച്ച 3% ഡി എയും അടുത്ത മാസം ലഭിക്കാൻ പോകുന്ന 10% ഡി എയും 13% ഡി എ ആണ് ഏക ആശ്വാസം. ബാക്കി ഗോവിന്ദ. ഞാനിത് പറയുന്നതിന് തൊട്ട് മുമ്പ്, ഞാനിവിടെ ഈ സംഭാഷണം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്നെ ഒരു വനിത വിളിച്ചിരുന്നു. വനിത എന്ന് പറയാൻ പറ്റില്ല, ചേച്ചി വിളിച്ചിരുന്നു. 74 വയസ്സുള്ള ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അവർക്ക് ഒരു അപകടം പറ്റിയതിന് ശേഷം ഒരു കാലിൻ്റെ പകുതി ഭാഗം മുറിച്ചിട്ടുണ്ട്. എന്നെ ഫോൺ വിളിച്ച ആളാണ്. അവർക്ക് 15,000 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. ഭർത്താവ് മരിച്ചുപോയി, പേരക്കുട്ടി ദൂരെയാണ്, അവർ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. അവർക്ക് കൃത്യമായി 15,000 രൂപ കൊണ്ട് ജീവിക്കാൻ, മരുന്ന് വാങ്ങാനും ആരോഗ്യ കാര്യങ്ങൾ നടത്താനും, പിന്നെ 5,000 രൂപ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇത് ബാലഗോപാൽ കേൾക്കണം. നിങ്ങൾ കേരളത്തെ ഒന്നാമതാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുമല്ലോ. 15,000 രൂപ വരുമാനം, അത് കൃത്യമായി കിട്ടുന്നില്ല. പലപ്പോഴും പെൻഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഡി എ പോലുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. വല്ലപ്പോഴും പ്രഖ്യാപിക്കുന്ന ഡി എ കൂടി കിട്ടിയാലാണ് ജീവിതത്തെ എങ്ങനെയെങ്കിലും കരുപിടിപ്പിക്കുന്നത്. 5,000 രൂപ വാടക, 6,000 രൂപയ്ക്ക് പുറമേ മെഡിസെപ്പ് പറഞ്ഞിട്ടുണ്ട്, അതിലും പൈസ വെട്ടുന്നു. മെഡിസെപ്പിനാണെങ്കിൽ കൃത്യമായി ഹോസ്പിറ്റലിൽ പോയി കിടക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് സമയത്ത് ക്ലെയിം കിട്ടുന്നുമില്ല. അപ്പോൾ പിന്നെ ഉള്ളത് എന്താണ്? 800 രൂപ മെഡിസിപ്പം പിടിച്ചതിന് ശേഷം 15,000 രൂപയിൽ 14,200 രൂപ കിട്ടിയാൽ 5,000 രൂപ വാടക. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുകാർക്ക് അവിടെ കൃഷിയും മറ്റൊന്നും കാണില്ലല്ലോ. എല്ലാം അവർ വാങ്ങണം. 30 മുതൽ കർപ്പൂരം വരെയുള്ള 500 രൂപയുടെ വെളിച്ചെണ്ണയും വേണമെങ്കിൽ അവർ കാശ് കൊടുത്ത് വാങ്ങണം. അപ്പോൾ കിലോയ്ക്ക് 500 രൂപയാണ് വെളിച്ചെണ്ണ ഇപ്പോഴും. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അവർക്ക് ഡി എ കഴിഞ്ഞ ഡി ആർ 2 കിട്ടാനുള്ള സമയത്ത് അവർ 10-30 പേര് കൂടി ബാലഗോപാലിൻ്റെ ഒരു കത്തെഴുതി. ഞാൻ ആ കത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, വിശദമായി ഞാൻ പുറത്തുവിടും. ആ കത്ത് എഴുതിയപ്പോൾ ആ കത്ത് എഴുതിയതിന് മറുപടിയായിട്ട് ബാലഗോപാൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. താങ്കൾക്ക് ഉളുപ്പ് വേണം മിസ്റ്റർ ബാലഗോപാൽ. താങ്കൾ കൊടുത്ത മറുപടി 2023 ഈ പ്രശ്നം പരിഹരിച്ചിരിക്കും, 2021 കൂടി പ്രശ്നം പരിഹരിച്ചിരിക്കുമെന്ന് മറുപടി കൊടുത്തിട്ട് 3 വർഷം കഴിയുന്നു. മിസ്റ്റർ ബാലഗോപാൽ, താങ്കളിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും, 3ാമത് LDF വരുമോ, താങ്കൾ ജയിക്കുമോ, ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. അത് ഞങ്ങളുടെ ബിസിനസ്സേ അല്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും നിങ്ങൾ നന്നായി ഡി എയുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും ഡി ആറിൻ്റെ കാര്യത്തിൽ പെൻഷൻകാരെയും വലിപ്പിച്ചിരിക്കുകയാണ്, പറ്റിച്ചിരിക്കുകയാണ്. എന്ത് വാക്കാണ് പറയണമെന്ന് എനിക്കറിയത്തില്ല. എത്ര ഗഡു, എപ്പോൾ, ഏത് വർഷം എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവും താങ്കൾ പറയുന്നില്ല. അത് ഇനി അടുത്ത ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നതെങ്കിൽ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത്? ആരെയാണ് താങ്കൾ പറ്റിച്ചത്? താങ്കൾക്ക് വേണ്ടി ഇനിയിപ്പോൾ പിന്നെ KGOക്കാരും NGO യൂണിയൻകാരും അതുപോലെ തന്നെ പിന്നെ ഈ CPIയുടെയും കേരള കോൺഗ്രസിൻ്റെയൊക്കെ സർവീസ് സംഘടനകളുമൊക്കെ ഇറങ്ങുമോ? വീടാന്തരം പോയി നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ പോയി വോട്ട് ചോദിക്കാൻ? കൃത്യമായി ഇത് വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. എപ്പോഴാണിത് കൊടുക്കുക എന്നറിയത്തില്ല, ഏത് മാസം കൊടുക്കുമെന്നറിയത്തില്ല. അത് വളരെ കൃത്യമായി പെരുമാറ്റച്ചട്ടം വന്നതോടുകൂടി
ഇനി പെരുമാറ്റച്ചട്ടത്തിൻ്റെ മണ്ടേ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ എത്ര വർഷത്തെയാണ് നിങ്ങൾ ഈ കൊണ്ടുവന്ന് കൽമിനേറ്റ് ചെയ്ത് അതിങ്ങനെ കുമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇലക്ഷന് 3 ദിവസമുള്ളപ്പോൾ നിങ്ങൾക്കറിയാം 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ വരുമെന്നും ഇലക്ഷൻ കമ്മീഷൻ ഏത് നിമിഷവും പ്രഖ്യാപിക്കുമെന്ന് വരുമ്പോൾ 1 മാസം മുമ്പേ നിങ്ങളിത് പ്രഖ്യാപിക്കുകയും 1 2 DO കൊടുക്കുകയും ബാക്കി ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നേ. ഇതൊരു അന്തസ്സുമില്ലാതെ കോടതിയെ പറ്റിക്കാൻ അവിടെ വേറൊരു മമതാ ബാനർജി അവിടെ കിടന്ന് മുട്ടിട്ടടിക്കുന്നുണ്ട്. കാരണം അവിടെയും ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫിക്കേഷൻ വന്നു. അവരിപ്പോൾ DA കൊടുത്തില്ലെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയുടെ തല്ല് കിട്ടും. കാരണം കോർട്ടലക്ഷ്യത്തിലേക്ക് പോകും അവിടുത്തെ കേസ്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ചെയ്തത്. എന്തൊരു ചതിയാണ് നിങ്ങൾ ചെയ്തത്. ഈ സർക്കാർ കേരളത്തിനോടിലെ സർക്കാർ ഉദ്യോഗസ്ഥരോടും പെൻഷൻകാരോടും ചെയ്ത കൊട്ടും ചതിയാണ് DAയെ സംബന്ധിക്കുന്ന ഉത്തരവ്. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് പറ്റിക്കുമെന്ന്. നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, പച്ചയ്ക്ക് കത്തിക്കുക, പച്ചയ്ക്ക് പറ്റിക്കുക, പറഞ്ഞു പറ്റിക്കുക. ആ പറ്റിപ്പ് വളരെ കൃത്യമായി നടന്നിരിക്കുകയാണ്. ഇനി എന്ന് കിട്ടും, എത്ര കിട്ടുമെന്ന് ഒരു കാരണവശാലും നമുക്കറിയാൻ കഴിയാത്ത രീതിയിൽ DAയെ കുരുക്കിക്കളഞ്ഞു. അതുപോലെ തന്നെ മറ്റ് 2 വിഷയങ്ങളുമുണ്ട്. അഷ്വേർഡ് പെൻഷൻ്റെയും അതുപോലെ തന്നെ പിന്നെ ലീവ് സറണ്ടറിൻ്റെയും ഉണ്ട്. ഞാൻ ലീവ് സറണ്ടറിൻ്റെ കാര്യവും അഷ്വേർഡ് പെൻഷൻ്റെ കാര്യവും അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഇതെന്തായാലും പറ്റിച്ചിരിക്കുകയാണ്. കേരള സമൂഹത്തെ ഉദ്യോഗസ്ഥരെ പറ്റിച്ചു, പെൻഷൻകാരെ പറ്റിച്ചു. ഇനി ഇപ്പോൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനും അസോസിയേഷനും എല്ലാവർക്കും എന്താണ് പറയാനുണ്ടെന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയൂ. അപ്പോൾ നിങ്ങൾ ഉടനെ 18 മാസം മോഡി കൊടുത്തോ, അതിനെ സംബന്ധിച്ച് കോവിഡിനെ സംബന്ധിച്ച് 18 മാസം കൊടുക്കാത്തത് കൃത്യമായി കൊടുക്കും എന്നും അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണെന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ ഒരിക്കൽ പറഞ്ഞു പിന്നെ ആ ഒരു മന്ത്രി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയം ഏറ്റെടുക്കാത്തത്. അല്ലാതെ മോദി ഗവൺമെൻറ് ഇതുവരെ ഇത് കൊടുക്കാനൊന്നും പെൻഡിങ് ഇല്ല. അത് സാന്ദർഭികമായി പറഞ്ഞതാണ്. കാരണം നിങ്ങൾ കേന്ദ്രത്തിനെതിരെ ഒന്നും പറയുന്നില്ലല്ലോ, കേരളത്തിനെതിരെ അല്ലേ പറയുന്നുള്ളൂ. കയറി ചോദിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് കോട്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ കൊടുക്കാൻ പെൻഡിങ് ഇല്ല. ഇവിടെ പെൻഡിങ് ഉണ്ടെന്ന് മാത്രമല്ല, ആ പെൻഡിങ്ങിൽ വലിയൊരു തട്ടിപ്പ്, പറ്റിപ്പ്, വഞ്ചന, ചതി ഒക്കെ വലിയ തോതിൽ ബാലഗോപാൽ ചെയ്തിരിക്കുകയാണ്. മിസ്റ്റർ ബാലഗോപാൽ, ഇത് സഹിക്കബിൾ അല്ല, അൺസഹിക്കബിളാണ്. ഒരു കാരണവശാലും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശവത്തിൽ കുത്തും നമ്മൾ കേട്ടിട്ടില്ല. ആളുകളെ ശവത്തിൽ കുത്തുമെന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ കൊടുക്കാതിരുന്നവരെ ശവം പോലെയാക്കി കിടത്തിന് ശേഷം വീണ്ടും അവരെ കുത്തിയിരിക്കുകയാണ്. ഉറങ്ങിക്കിടന്നവനോട് പറയുകയാണ് ഉണരൂ, എന്നിട്ട് ഉണർന്നപ്പോൾ പറയുന്നു ആ സുഖമായി വീണ്ടും ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നൊരു തരം കളിയാക്കലുണ്ട്. അതിൽ താങ്കൾക്ക് അവാർഡ് തരണം. ചാർലി ചാപ്ലിൻ പോലും തോറ്റുപോകും ഈ കോമഡിയിൽ. 1-ാം തരം കോമഡിയാണ്. കോമഡി താരമായി ബാലഗോപാൽ മാറിയിട്ടുണ്ട്. ഇനി ബാക്കി കൊട്ടാരക്കരയിലുള്ള ആളുകളൊക്കെ തീരുമാനിക്കട്ടെ. അത് ജനത്തിന് വിടുന്നു. എന്തായാലും 13 ലക്ഷം വരുന്ന ജനങ്ങളെ, 5.5 ലക്ഷം വരുന്ന ഉദ്യോഗസ്ഥരെയും 7-8 ലക്ഷം വരുന്ന സർക്കാർ പെൻഷൻകാരെയും വലിപ്പിച്ചു DA ഗോവിന്ദ.